കുട്ടികൾ ഓരോന്ന് വിഴുങ്ങിയിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനാവുന്നൊരു കാര്യം. അതാണ് എന്താ സംഭവിച്ചതെന്ന് പോലും ചിലപ്പോൾ പറയാൻ പറ്റാത്ത പ്രായത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വിഴുങ്ങിയിട്ടൊക്കെ കൊണ്ടുവരും. നമ്മളപ്പോൾ വിഴുങ്ങിയത് ചെറിയ സാധനമാണെങ്കിൽ പഴം കൊടുക്കുക, ചോറ് ഉരുട്ടി കൊടുക്കുക, വെള്ളം കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ശരിക്കും കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനിടയിൽ നമ്മൾ ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. അപ്പം ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം വിഴുങ്ങിയാൽ, ബീറ്റ് എനിത്തിങ്, എന്തെങ്കിലും ഒരു സാധനം വിഴുങ്ങിയാൽ അതിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് നോട്ട് ടു ഡു? ഈ പറഞ്ഞ പോലെ ഈ പഴം കഴിപ്പിക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കൊടുക്കുക, ഡ്രിങ്ക്സ് കൊടുക്കുക, വിഴുങ്ങി നോക്കാൻ പറയുക, ഇതൊക്കെയാണ് കോമൺലി ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനകത്ത് മിക്ക ഫോറിൻ ഒബ്ജക്ട്സ് ഈ അടുത്ത് കഴിക്കുന്നത് രണ്ട് പോസിബിലിറ്റീസാണ്. ഒന്ന് ശ്വാസം എടുക്കുന്ന ശ്വാസകോശ ആ ഭാഗത്തേക്ക് പോകാം, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിലേക്ക് അങ്ങനെ പോകാം. അപ്പോൾ രണ്ട് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ വയറ്റിലേക്ക് പോകുന്ന ദ്വാരത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. കുട്ടി നല്ല ചിരിച്ച് കളിച്ചായിരിക്കും സംസാരിക്കുന്നത്, ഓക്കെ ആയിരിക്കും. മറ്റേത് ലങ്സിൽ പോകുന്ന ദ്വാരത്തിലാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നല്ല ഡിസ്കംഫർട്ട് ഉണ്ടാവും, ചുമക്കുക, നല്ല ഡിസ്കംഫർട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയറ്റിലേക്ക് പോകുന്ന ദ്വാരത്തിലുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ, ചെറിയ ഒബ്ജക്ട്സ് ഒക്കെ ആയിരിക്കും, റൗണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ടോയിൻ്റെ എന്തെങ്കിലും പാർട്ട്, പ്ലാസ്റ്റിക് അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും അത് മലദ്വാരത്തിൽ കൂടി പിന്നെ മോഷൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് പൊക്കോളും. പക്ഷേ വി നെവർ നോ. കുട്ടികൾ പലപ്പോഴും നമ്മുടെ അടുത്ത് പറയില്ല അവരെന്താ കഴിച്ചേക്കുന്നത്. ചിലപ്പോൾ ഒന്നിലധികം ഓബ്ജക്റ്റ് കഴിച്ചിട്ടുണ്ടാവാം, മണിക്കൂർ മുമ്പ് വേറെ ഒരെണ്ണം എന്തെങ്കിലും ഓബ്ജക്റ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അൺലെസ് യു കം ടു എ ഹോസ്പിറ്റൽ, സി എ സ്പെഷ്യലിസ്റ്റ്, ചിലപ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ഓബ്ജക്ട്സ് ഇവിടേക്ക് ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സ്ക്രീൻ ചെയ്ത് ഓബ്ജക്റ്റിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള ഓബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ സർജറി ചെയ്ത് ചിലപ്പോൾ റിസ്കി ആണെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടി വന്നേക്കാം. മിക്ക റൗണ്ട് ഓബ്ജക്ട്സ്, പ്ലാസ്റ്റിക് ഓബ്ജക്ട്സ്, സോഫ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും പോവും. പക്ഷേ ഇതിൽ നമ്മൾ ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ സർജറി ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. പക്ഷേ ഇത് കഴിച്ച കാരണം ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു അനസ്തീഷ്യ വിൻഡോ വെക്കേണ്ടി വരും. ഒരു അനസ്തീഷ്യ കൊടുക്കാൻ കുറച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ടൈം ഡിലേ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇവർ വോമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ബോധം പോവുക, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ കഴിച്ച ഭക്ഷണമെല്ലാം പിന്നെ അവർ ഛർദ്ദിച്ച് ലങ്സിൻ്റെ ഉള്ളിലേക്ക് പോയി പിന്നെയും കോംപ്ലിക്കേഷൻസ് കൂടെ. അപ്പോൾ ദ മൊമെൻറ്റ് യു സീ അവരെന്തെങ്കിലും കഴിച്ചിട്ടുണ്ട്, മൂക്കിലെടുത്തിട്ടിട്ടുണ്ട്, അവരധികം അജിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ആസ് കാം ആസ് പോസിബിൾ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. മീൻ വയൽ ഒന്നും കുടിക്കാനോ കഴിക്കാനോ ഒന്നും കൊടുക്കാതിരിക്കുക. അൺലെസ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കാന്ന് മാത്രം. എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കുക. ഒരു എമർജൻസി ഫിസിഷ്യൻ കണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്ത സ്റ്റെപ്സ് തീരുമാനിക്കുന്നത്. ചോക്കിംഗ് പോലെയൊക്കെ ആണെങ്കിൽ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരില്ലേ? ചോക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് എയർ പോകുന്ന ദ്വാരത്തിലായിരിക്കും അത് പോകുന്നത്. അപ്പോൾ ഡിപ്പെൻസ്, അത് വലിയൊരു ഓബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ആ ദ്വാരം അടച്ചു വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ ശ്വാസം എടുക്കാൻ തന്നെ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഒച്ച ഉണ്ടാക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ചിലപ്പോൾ ഫേസൊക്കെ ബ്ലൂ ആയി തുടങ്ങി, ബോധം കുറഞ്ഞ് പിന്നെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ് വരെ സംഭവിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ എഗെയിൻ കുട്ടികളാകുമ്പോൾ പേരൻസ് ചോക്കിങ് എങ്ങനെ മാനേജ് ചെയ്യണം, ഫസ്റ്റ് എയ്ഡൊക്കെ അറിഞ്ഞിരിക്കണം. അത് ഇതുപോലെ തന്നെ പബ്ലിക് അവയർനെസ്, അതുപോലെ തന്നെ കുറേ ക്ലാസ്സുകൾ ആയിട്ട് നമ്മളും അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കുറേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് എങ്ങനെയാണ് ചോക്കിങ് മാനേജ് ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അറിഞ്ഞിരിക്കണം. ഓക്കെ. ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് ഓഫ് കോഴ്സ് ആക്സിഡൻസ് ആണ്. ഫസ്റ്റ് പ്രിഫറൻസിൽ വരുന്നത് ആക്സിഡൻസ് ആണ്. അതാണ് ഏറ്റവും നമ്മൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ആക്സിഡൻസ് വരുമ്പോൾ ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്നും രോഗി ഹോസ്പിറ്റൽ വരെ എത്തുന്നുള്ള സമയം ഇസ് വെരി ക്രിട്ടിക്കൽ. ആ ടൈം ഇസ് വെരി ക്രിട്ടിക്കൽ നമ്മൾ പറയുമല്ലോ. പക്ഷേ ഇത് എത്തിക്കാൻ കാണിക്കുന്ന ഒരു ഡിലേക്ക് നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് കൊണ്ടുവരുന്ന ആൾ പെട്ടുപോകും എന്നൊരു ഫീലുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ടോ? ഒരു ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്നും ഒട്ടും അറിയാത്ത ഒരാളെയും കൊണ്ട് വരുന്ന ആളുകൾക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇതിപ്പം മഞ്ജു പറയുന്നതിനകത്ത് ബേസിക്കലി ഇതൊരു ട്രോമയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഒരു ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ കാരണം അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പെട്ടു, നമ്മൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു പ്രീ ഹോസ്പിറ്റൽ സെറ്റിംഗ് ഉണ്ട്. അതാണ് ഇപ്പോൾ പറയുന്നത്. ആംബുലൻസ് കേസ് അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ വരുന്നു, ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ് ഉണ്ട്.
അത് തുടക്കത്തിലെത്തുന്ന എമർജൻസിയിലാണ്. ഐ തിങ്ക് ബിനോയ് ഷുഡ് ബി ദ ബെറ്റർ പേഴ്സൺ ടു ആൻസർ ദാറ്റ്. നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി എൻതൂസിയാസ്റ്റിക് ആയിട്ട് എല്ലാവരും തന്നെ എന്തെങ്കിലും അപകടം കണ്ടു കഴിഞ്ഞാൽ ആളെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. പണ്ടത്തെ പോലത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ, മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇഫ് യു കം ടു എ ഹോസ്പിറ്റൽ, അയാളുടെ ഡീറ്റെയിൽസ് എടുത്തു, അയാളുടെ ഫോൺ നമ്പർ എടുത്തു, അയാളുടെ അഡ്രസ്സൊക്കെ എടുത്ത് പോലീസിനെ ഇൻഫോം ചെയ്യുന്ന അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ ഗവൺമെൻറ് വാണ്ട്സ് യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇപ്പോൾ ഗുഡ് സമാരിറ്റൻ ലോ എന്നൊക്കെ പറയില്ലേ, നല്ല ചെയ്യുന്നവന് റിവാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഇഫ് യു ആർ വില്ലിംഗ് ടു പ്രൊവൈഡ് വിറ്റ്നസ് ഇൻ എ കോർട്ട് ഓഫ് ലോ, യു ക്യാൻ ഡു ഇറ്റ് വോളണ്ടറിലി. അല്ലാതെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ കൊണ്ടുവരിക. ഇഫ് യു വാണ്ട് ടു ഗിവ് യുവർ നെയിം, യു ക്യാൻ ഗിവ് യുവർ നെയിം, യുവർ കോൺടാക്ട് നമ്പർ, യുവർ ഡീറ്റെയിൽസ്. ഇല്ലാന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ലയബിലിറ്റി അറ്റ് ഓൾ. സിവിൽ ലയബിലിറ്റി ഇല്ല, ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. എന്ന് വെച്ചാൽ കൊണ്ടുവന്ന ആളുടെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയോ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളോ അതൊന്നും നിൽക്കണം. ജസ്റ്റ് എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതി. അപ്പോൾ അത് റീസെൻറ്റ് ട്രെൻഡ്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഹോസ്പിറ്റലിൽ എത്തുന്നത് എങ്ങനെയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ക്രിട്ടിക്കൽ പേഷ്യൻസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് നടന്നു എത്തിക്കുന്നതിൽ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി പേഷ്യൻസ് അറൈവ് ഇൻ ഒരു ഓട്ടോറിക്ഷ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാറിൻ്റെ ബാക്ക് സൈഡിൽ എങ്ങനെയെങ്കിലും കയറ്റി 2-3 പേരൊക്കെ പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നത്. മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആൻസർ തന്നാൽ മതി. റോഡിൽ നമ്മുടെ മുന്നിൽ പെട്ട് കിടക്കുന്ന, ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതങ്ങനെ പറയാനും കാരണങ്ങളുണ്ട്. റൈറ്റ്, ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതൊരു ഫാക്ടറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എങ്ങനെ എത്തിക്കുന്നു അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറയാൻ കാരണം, ഈ ഒരു ആക്സിഡൻറ്റ് നടന്ന് ഒരാൾ റോട്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് കാര്യമായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ് ഫ്രം ഹെഡ് ടു വിസിബിൾ ആയിട്ടല്ലാണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിസിബിൾ ആൻഡ് നോൺ വിസിബിൾ ആയിട്ട് ഇന്റേണലി കുറേ ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എടുത്തൊരു വണ്ടിയിൽ കയറ്റി സേഫ് അല്ലാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴത്തേക്ക് ആ ഇഞ്ചുറീസ് കൂടാനുള്ള സാധ്യത, വേഴ്സനാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കുറച്ചും കൂടി പേഷ്യൻസ് കാണിക്കണം എന്നാണ് എനിക്കില്ല പറയാനുള്ളത്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ആംബുലൻസ് ഇസ് റെഡിലി അവൈലബിൾ, എസ്പെഷ്യലി സിറ്റീസിൽ. യു കോൾ ആൻ ആംബുലൻസ് ഇസ് ദെയർ ഇൻ 10 minutes, റൈറ്റ്? അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആസ് റെസ്പോൺസിബിൾ കമ്മ്യൂണിറ്റി പീപ്പിൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ബോധമുണ്ടോ ഇല്ലയോ അത് തിരിച്ചറിയാം, റൈറ്റ്? തിരിച്ചറിയുന്ന എങ്ങനെ നമ്മളൊരാളെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് നോക്കുക. അതിന് മുമ്പ് തന്നെ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ്, നമ്മൾ ഒരു ആക്സിഡൻറ്റ് കൺമുമ്പിൽ കണ്ടു, നമ്മൾ ആ ഷോക്കിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് പ്രശ്നം വരും, നമ്മൾ ക്രോസ് ചെയ്ത് അപ്രോച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു വണ്ടി വന്നിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുക. ഇപ്പോൾ സീൻ ആദ്യം സേഫ് ആണോ എന്ന് മനസ്സിലാക്കുക. സീൻ സേഫ് ആണ് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് എങ്ങനെ, ഓൺ കമ്മിങ് ട്രാഫിക്കിനെ നിർത്തി സിഗ്നൽ എന്തെങ്കിലും കാണിച്ചിട്ട് വേണം ആളെ അപ്രോച്ച് ചെയ്യാൻ. അപ്രോച്ച് ചെയ്ത് തട്ടി വിളിച്ച് റെസ്പോൺസ് ഉണ്ടോ നോക്കുക. റെസ്പോൺസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആംബുലൻസ് വിളിക്കണം. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഇയാൾ ഹാർട്ടിൻ്റെ ഇടിപ്പുണ്ടോ, പൾസ് ഉണ്ടോ, CPR കൊടുക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി ആലോചിക്കുന്നത്. മിക്കവാറും കേസസിൽ എന്തെങ്കിലും രീതിയിലൊരു ബോധം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറൊരു കോമൺ കാര്യം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ എഴുന്നേൽപ്പിച്ചിരുത്തുക, വെള്ളം കുടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വലിച്ചൂരുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, എസ്പെഷ്യലി 2-wheeler ആക്സിഡൻസിൽ ഹെഡ് ആൻഡ് നെക്ക് ഇഞ്ചുറീസ് സാധ്യത ഭയങ്കര കൂടുതലാണ്. നെക്കിൽ സർവൈക്കൽ സ്പൈൻ ഇഞ്ചുറി എന്ന് വെച്ചാൽ നട്ടലിലെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരാളെ നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ, ഓൾറെഡി ഫ്രാക്ചർ ഉള്ള ഒരാൾ, ആ ഫ്രാക്ചർ കൂടുകയും ആ ഭാഗത്ത് കൂടെ പോകുന്ന സ്പൈനൽ കോഡ്, നമ്മുടെ ബോഡിയിലെ ചലനശേഷി മൊത്തം കൺട്രോൾ ചെയ്യുന്ന സ്പൈനൽ കോഡ് വഴിയാണ്. അപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം, ആൾ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷേ ഹീ ഈസ് നൗ ബെഡ്രിഡൻ ഫോർ ഹിസ് എൻറ്റയർ ലൈഫ്, ഡിപ്പെൻഡൻ്റ് ഓൺ സംബഡി എൽസ്. അതേ സമയത്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു ആംബുലൻസ് വന്ന് സേഫായിട്ട് സ്പൈൻ ബോർഡൊക്കെ വെച്ച് കഴുത്തൊക്കെ പ്രോപ്പർലി സെക്യൂർ ചെയ്ത്, മേ ബി ഓൺ ദി വേ ടു ദ ഹോസ്പിറ്റൽ ചിലപ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പാരാമെഡിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവും. അപ്പോൾ മേ ബി വി ഷുഡ് ലൈക്ക് നൗ സ്റ്റെപ്പ് ബാക്ക്, ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. കിട്ടുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള തോട്ട് അരുത്.
അത് കുറച്ച് സ്റ്റഡീസ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നപ്പോൾ അതിൻ്റെ അകത്ത് നോക്കി നോക്കുമ്പോൾ ലെസ് ദാൻ 10% ഓഫ് ആൾക്കാർ മാത്രമേ ഫ്രം ദി സ്പോട്ട് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആൾക്കാരിൽ മരണം അതുപോലെ തന്നെ ഈ സീരിയസ് ആയിട്ടുള്ള ലൈഫ് ലോങ് ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഐ തിങ്ക് വി ഷുഡ് ബി അവെയർ ഓഫ് ദാറ്റ് ആസ് വെൽ. ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളത്. വേറെ എനിത്തിങ് എൽസ്? ഈ പറഞ്ഞ പോലെ ഹെൽമെറ്റ് വലിച്ച് ഊരരുത്, വെള്ളം കുടിപ്പിക്കരുത് അൺലെസ് ദ പേഷ്യൻ്റ് ഈസ് കംപ്ലീറ്റ്ലി ഏബിൾ ടു സ്റ്റാൻഡ് അപ്പ് ഓൺ ഹിസ് ഓൺ. നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിക്കുകയല്ല. ഒരാൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ എൻകറേജ് ചെയ്യുക, സ്വന്തമായിട്ട് എഴുന്നേക്കാൻ എൻകറേജ് ചെയ്യുക അറ്റ് ഹിസ് ഓൺ പേസ്. നമ്മൾ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. ഒരിക്കലും ആ സൈറ്റിൽ നിന്ന് വലിച്ച് സൈഡിലേക്ക് ആക്കരുത്. പരമാവധി ആ സിറ്റുവേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുക. റോഡ് ബ്ലോക്ക് ആയിക്കോട്ടെ, പക്ഷേ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി സേഫ്. വി ഓൾ ക്യാൻ വെയിറ്റ് നെക്സ്റ്റ് 10 minutes. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വി ഷുഡ് ബി അവെയർ ഓഫ് ദി എമർജൻസി നമ്പേഴ്സ് അല്ലേ. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് നമ്മൾ കണ്ടു, ആരെ വിളിക്കേണ്ടത്? ആ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. കേരളയിൽ ഇപ്പോൾ ആംബുലൻസ് വിളിക്കണമെങ്കിൽ 108 വിളിക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെ പല ഹോസ്പിറ്റൽസ് പല നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ 1066 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ദാറ്റ് ഈസ് എ നമ്പർ ദാറ്റ് യു ക്യാൻ കോൾ ഫ്രം എനിവെയർ ഇൻ ഇന്ത്യ. അറ്റ്ലീസ്റ്റ് എന്ത് അടുത്ത സ്റ്റെപ്പ് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം. ദർ ഇസ് സംബഡി ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അറ്റ് ദി അതർ എൻഡ് ഹു ഇസ് നൗ ഗൈഡിങ് യു. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തുണ്ട്, ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഒരാൾ ആക്സിഡൻ്റായി കിടക്കുന്നുണ്ട്, ഇയാൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നോട്ട് ജസ്റ്റ് ആംബുലൻസ് എത്തിക്കുക എന്നത് മാത്രമല്ല. അപ്പോൾ യു ഷുഡ് ബി അവെയർ ഓഫ് ദ കോമൺ എമർജൻസി നമ്പേഴ്സ്, എസ്പെഷ്യലി 108 അറിഞ്ഞിരിക്കണം, സോ ദാറ്റ് യു ഗെറ്റ് ടൈംലി ഹെൽപ്പ്. മനസ്സിലായി. ഓക്കെ. ഇപ്പം റോഡ് ആക്സിഡൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹെൽമെറ്റിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ. ഹെൽമെറ്റ് വെക്കുന്നത് മിക്കവാറും നമ്മുടെ ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം വെക്കുന്നതിനേക്കാൾ പിഴയടക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് വെക്കുന്ന ആളുകളാണ് മെജോറിറ്റി. ഹെൽമെറ്റ് വെക്കുന്നത് കൊണ്ട്, അതായത് അതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാവുന്ന രീതിയിൽ ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഹെൽമെറ്റ് വെക്കുന്നത് എന്താ പറയുക, ഹൗ ഡീപ്പ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരുമോ? എനിക്ക് തോന്നുന്നത് ഹെൽമെറ്റ് ക്യാൻ സേവ് ലൈഫ്സ്. ഒബ്വിയസ്ലി ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിനകത്ത് എത്രയും പറയാനെന്തിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇഫ് യു ഡോണ്ട് യൂസ് എ ഗുഡ് ക്വാളിറ്റി ഹെൽമെറ്റ്, നമ്മൾ ഇതേപോലെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ എന്തെങ്കിലും തൊപ്പി പോലത്തെ സാധനം വെച്ചുകൊണ്ട്, I don't know how, it's only about stupidity that, like stupidity എന്ന് പറഞ്ഞാൽ not at all. Maybe because they don't realize the kind of serious injuries കാണാത്തതുകൊണ്ടാണ്. ഒരിക്കൽ ഇഞ്ചുറി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പറഞ്ഞ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ ന്യൂറോ സർജറി ICUലോ അല്ലെങ്കിൽ റൗണ്ട് എടുത്താൽ കുട്ടികളെയൊക്കെ ഒന്ന് മീൻസ് വെൻ യു ഇൻ എ സ്കൂൾ ടൂർ ഓർ സംതിങ് യു ഷുഡ് ടേക്ക് എ റൗണ്ട് ഓഫ് സം ഏരിയാസ് എന്നൊക്കെ പറയും. ലൈക്ക് വൺ ഇസ് ലൈക്ക് ഒരു മാലിഗൻസി വാർഡോ. അപ്പോൾ അതിനകത്ത് ഒത്തിരി എംപതി ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ ഇതിനകത്ത് യു നോ ഹൗ പീപ്പിൾ ക്യാൻ സഫർ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡെത്ത് ആണെങ്കിൽ നമുക്ക് അതോട് തീർന്നു വിചാരിക്കാം. അത് പലപ്പോഴും മേജർ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ് ക്യാൻ മേക്ക് യു സിക്ക് ഫോർ ലൈഫ്. യു ക്യാൻ ബി ഹാഫ് ലൈവ് എന്നുള്ള രീതിയിലൊക്കെ വരാം. അപ്പോൾ അത് ഒരു പരിധി വരെ ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ഇറ്റ് വോണ്ട് ക്രാക്ക് യുവർ സ്കൾ ആൻഡ് ഇറ്റ് വോണ്ട് ഡാമേജ് ദ ബ്രെയിൻ. ഇതോട്ട് ഇഞ്ചുറി വരില്ലെന്നത് ഇമ്പാക്റ്റ് വളരെ വലുതാണെങ്കിൽ ഇറ്റ് കനോട്ട് സേവ് ഓൾ ലൈഫ്സ് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ പണ്ടൊക്കെ പറയും ഇദ്ദേഹം സിഗരറ്റ് വലിച്ചു നടന്നു എന്നിട്ടിപ്പോൾ എന്താ മറ്റേയാളെന്ത് ഒന്നും വലിക്കാതിട്ട് അതിൻ്റെ ക്യാൻസർ വന്നു എന്ന് പറയുന്ന പോലെയാണ്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ പറയുമ്പം എത്ര പേർക്കാണ് ഇപ്പോൾ ഒരു ലങ് ക്യാൻസർ എടുത്ത് സിഗരറ്റ് വലിക്കാത്തവരിൽ വരുന്നതെന്നുള്ള ഒരു സ്റ്റഡി ചെയ്യുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഒരു സംഭവം കണ്ടുണ്ടോ ഹെൽമെറ്റ് വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ, മരിച്ചില്ലേ, അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ടെൻഡൻസി, ഒരു നെഗറ്റീവ് ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഇഷ്ടം അതാണല്ലോ, ഗോയിങ് അഗെൻസ്റ്റ് ദ റൂൾസ് ഓർ എവറിബഡി. സോ യു ക്യാൻ സേ ദാറ്റ് ഞാൻ ഇവിടുന്ന് അവിടെ പോയിരുന്നു അപ്പോൾ ഞാൻ ഇതിന് ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് അതൊരു ഓവറോൾ എന്താ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടുള്ളൊരിതാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു മെക്കാനിക്കൽ ഡിവൈസാണ്. അതിനകത്ത് വലിയൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ദർ ആർ സ്റ്റഡീസ്, ഇന്നഫ് ആൻഡ് മോർ സ്റ്റഡീസ്. എത്രയോ നമ്മൾ MVDയുടെ സൈഡിൽ നിന്നുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്, പോലീസിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ദർ all scientific evidence that it can reduce damage to your brain. ആൻഡ് ബ്രെയിനിനെ സംബന്ധിച്ചോളം ട്രോമയിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇറ്റ് ഇസ് മേജർ ഇമ്പാക്റ്റ് ഒന്ന് തിരിച്ചു വരണം എന്നില്ല. ഇപ്പം ന്യൂറോൺസും അതിൻ്റെ കോശങ്ങളുടെ ഒരു പ്രശ്നം അതാണ്. സ്ട്രോക്ക് എടുത്താൽ തന്നെ യുവർ റിക്കവറി മേ നോട്ട് ബി കംപ്ലീറ്റ്. സോ സേവിങ് ബ്രെയിൻ ഈസ് എ പ്രയോറിറ്റി. ബാക്കി കാര്യങ്ങൾ നമുക്ക് വളരെ മോശമായ ആൾക്കാർ നമുക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റും. അവരുടെ ഹാർട്ട് നിന്നുപോയ ആൾക്കാർ,
ഫുള്ള് രക്തം വാർന്നു പോയവർ, മേജർ ഓർഗൻസ് കീറിപ്പോയവർ, അവരെല്ലാവരും ചിലപ്പം, പക്ഷെ ബ്രെയിനിൻ്റെ കാര്യത്തിൽ അത് ആ റിക്കവറി ഈസ് നോട്ട് ദാറ്റ് ഈസി. അപ്പം പ്രിവെൻഷൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുൾ പടച്ചട്ടിട്ട് നടക്കാൻ പറയുന്നില്ലല്ലോ. യു ടോക്കിംഗ് അബൌട്ട് ഓൺലി യുവർ ബ്രെയിൻ, നോ യുവർ ഹെഡ്. So save it because it can't be, the recovery is not that simple, not easy. So അതിനെ കൂടുതലൊന്നും അതിന് പറയാനില്ല. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. അതെ, ഇറ്റ് സേവ് ദെൻ ബി സോറി എന്ന് മാത്രമേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഡെത്ത് ഇസ് നോട്ട് ദ തിങ്, ഇറ്റ് ഈസ് ഡെബിലിറ്റി. മേജറായിട്ട് നമ്മൾ ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റിൽ ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരാം. അത് സിമ്പിളായിട്ട് ഇപ്പോൾ 2 ഹെൽമെറ്റ് വേണമെന്നൊക്കെയാണല്ലോ പറയുന്നത് ഇപ്പോൾ ഓൾ വെഹിക്കിൾ, ദാറ്റ് ഇസ് ഓൾ. എത്ര കാലം എടുത്തു അങ്ങനെ നിയമം വരാൻ തന്നെ. സോ ഐ തിങ്ക് തിങ്സ് ആർ നൗ, അതെല്ലാം നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടി വരുമല്ലോ നിയമങ്ങൾ. ഇപ്പം ട്രാഫിക് സിഗ്നൽസ് ഇല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞ പോലെ ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ദി ലോ ഹാസ് ടു ബി എൻഫോഴ്സ്ഡ് ടു, ബിക്കോസ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അൺലെസ് ദിസ് ഹാപ്പൻസ്. അപ്പോൾ അത് റിയലൈസേഷൻ എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ലോ എൻഫോഴ്സ് ചെയ്യുന്നത് നല്ലത് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. നോ ഡൗട്ട്. അതർ ദാൻ ആക്സിഡൻസ്, ക്രിട്ടിക്കൽ കെയറിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓൺ എ ഡേ ടു ഡേ ബേസിസ് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ കെയറിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതൊരു വളരെ ബ്രോഡ് ടേം ആണ്. അപ്പം നമ്മൾ എനി ICUs, എനി ഇൻറ്റൻസീവ് കെയർ ഓർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ക്യാൻ ബി, അതിന് ഒരു ഒറ്റൊരു ബൊക്കെ മാതിരിയാണ് നമ്മൾ ഈ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഇസ് ദ ICU ദാറ്റ് യു റണ്ണിങ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ജനറൽ ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ അവിടെ ഇപ്പം ഇൻഫെക്ഷൻസ് കൂടിയിട്ട് സെപ്റ്റിക് ആവുക, ലങ്സിൽ ന്യൂമോണിയ പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ്, ഇപ്പോൾ കോവിഡ് പോലുള്ള സാധനം വന്നിട്ട് ലങ്സ് ഡാമേജ് ആയിട്ട് റെസ്പിറേറ്ററി ഫെയിലിയേഴ്സ് ഉണ്ടാവുക, കാർഡിയക് ഫെയിലിയേഴ്സ് വരിക, ഹാർട്ട് അറ്റാക്സ് വരിക, ന്യൂറോളജിക്കലി സ്ട്രോക്സ് വരിക, അല്ലെങ്കിൽ ബ്ലീഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുക, ഫിറ്റ്സ് വരിക. പിന്നെ വയറ്റിനകത്തുള്ള ഇപ്പോൾ പല അവയവങ്ങൾക്കുള്ള കേടുകൾ, ലിവർ ഫെയിലിയർ, പാൻക്രിയാറ്റൈറ്റിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ട്രോമ, പറഞ്ഞ പോലെ പലതരത്തിലുള്ള ട്രോമ, ഇതൊന്നും ഇല്ലാതെ പിന്നെ എൻവെനമേഷൻസും ടോക്സിൻസ് എടുത്ത് കഴിക്കുക, അറിയാതെ കഴിക്കുക, അല്ലെങ്കിൽ എൻവയറമെൻ്റൽ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ പാമ്പ് കടി, അല്ലെങ്കിൽ ഇടിവെട്ട്, ഡ്രൗണിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ പീഡിയാട്രിക് ആണെങ്കിൽ കുട്ടികളിൽ, നിയോനേറ്റൽ നവജാത ശിശുക്കളിൽ, അങ്ങനത്തെ ICUകളുടെ സബ്സ്പെഷ്യാലിറ്റി പോലെ നമ്മളുടെ കേസസ് ലോഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ഇൻ ജനറൽ ഓർഗൻ ഫെയിലിയേഴ്സ്, ഒരു ഓർഗൻസ്, വൈറ്റൽ ഓർഗൻസിൻ്റെ പ്രവർത്തനം മോശമാകാൻ സാധ്യതയുള്ളപ്പോൾ അത് മോശമാകുമ്പോഴാണ് ശരിക്കും അവർക്ക് ഇൻറ്റൻസ് മോണിറ്ററിങ്ങും ക്രിട്ടിക്കൽ കെയറിൻ്റെ സപ്പോർട്ട് വേണ്ടി വരുന്നുള്ള ബ്രോഡായിട്ട് നമുക്ക് അങ്ങനെ പറയാം അതിനെ. ഓക്കെ, ഇപ്പോൾ കോവിഡിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, നമ്മളിപ്പോൾ നേരത്തെ പോലെ പയ്യെ കോവിഡ് വീണ്ടും ആളുകൾക്ക് കോവിഡ് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ബീങ് കോമൺ എന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പോൾ കോവിഡ് എനിക്ക് തോന്നുന്നു ഒരു ജലദോഷം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു സീരിയസ്നെസ് ഇപ്പോൾ പേഷ്യൻസിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൽ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും സീരിയസ് കോവിഡ് കണ്ടുവരുന്നത് കുറേ കൂടി എക്സ്ട്രീംസ് ഓഫ് ഏജ് എന്ന് വെച്ചാൽ കുറേ മുതിർന്ന പ്രായം, അതുപോലെ തന്നെ കുറേ കോമോബിഡിറ്റീസ്, അവർക്ക് ഷുഗറും പ്രഷറും കിഡ്നീൻ്റെ അസുഖം, അങ്ങനെയൊക്കെയുള്ള ഓൾറെഡി ഉള്ള ഇമ്മ്യൂണിൻ്റെ അവരുടെ സപ്പോർട്ടൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു രോഗികൾക്കായിരിക്കും കൂടുതലും കോവിഡ് പണ്ടത്തെ ഒരു രീതിയിൽ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ വരുന്നത് ചെറിയൊരു ജലദോഷം, ചുമ, പനി, 3-4 ദിവസത്തേക്ക് റെസ്റ്റ് എടുത്താൽ പോകാവുന്നേ ഉള്ളൂ നല്ല രീതിയിലുള്ള കോവിഡ് ആണ്. ഒരു എൻഡമിക് ആയെന്ന് പറയാം. നമ്മുടെ സയൻറ്റിഫിക് പാൻഡമിക്കും എപ്പിഡമിക് ആ രീതിയിലുള്ള പെട്ടെന്നൊരു ഒരു വലിയൊരു സ്റ്റോം വരുന്ന പോലെ വരുന്നതിന് പകരം അതിവിടെ ഉണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. അത് പിന്നെ പോകാൻ പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറസുകളുണ്ട്, ഫ്ലൂ ഉണ്ടാക്കുന്നത്, അതെല്ലാം സെഞ്ച്വറീസ് ആയിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. മാമൽസിൽ പല ജീവികൾക്കും ഉണ്ടാകുന്നതാണ്. അതേപോലെ എനിക്ക് തോന്നുന്നു ഈ കൊറോണ വൈറസ് ഇസ് ഗോയിങ് ടു സ്റ്റേ വിത്ത് us. I think it can produce some small epidemics at some point of time. ഇപ്പോൾ ഇൻഫ്ലുവൻസ ഒരു മഴക്കാലത്ത്, എല്ലാ മഴക്കാലങ്ങളിലും നമ്മുടെ ഇവിടെ മഴക്കാലങ്ങൾ പല സമയത്ത് വരും, വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ മഞ്ഞുകാലത്ത് വരും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യം വന്ന ആ ഒരു പാൻഡമിക് ഇതുണ്ടല്ലോ, അതായത് ഒരു പുതിയ സാധനം വന്ന് എത്രയോ പേർക്ക് ഒരുമിച്ച് മരണമുണ്ടാക്കുന്ന രീതിയിൽ ഇനി വരും തോന്നില്ല. നമ്മുടെ എക്സ്പേർട്സ് അല്ല, നമ്മുടെ അനുഭവമാണ്. എനിക്കൊന്ന് നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് പീക്സ് ആൻഡ് ട്രോപ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ബട്ട് I don't think the horrific situation we had because we were naive. അന്ന് ഇമ്മ്യൂണിറ്റി ഒട്ടും ഇല്ലാത്തൊരു പുതിയ സാധനമായതുകൊണ്ടാണെന്ന് വിചാരിക്കാം. പിന്നെ അതിൻ്റെ വിർലൻസും എല്ലാ പല കാര്യങ്ങളുണ്ടാവാം. ആ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഈവൻ ദോ ദി നമ്പേഴ്സ് ആർ ഇൻക്രീസിങ്, വി നോട്ട് സീയിങ് ദാറ്റ് കൈൻഡ് ഓഫ് മോബിഡിറ്റി. അത്രയും മോശമായിട്ടുള്ള അഡ്മിഷൻസ് ഉണ്ട്, നമ്മുടെ മരണങ്ങൾ കാണുന്നുണ്ട്.
അതേപോലത്തെ കോവിഡുകൾ വന്ന് ഞാൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമൊക്കെ. പക്ഷേ ആ ഒരു നമ്പേഴ്സ് എല്ലാം വളരെ കുറവാണ്. ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ഒരു മരണങ്ങൾ പോലെ തന്നെ ആയിട്ട് എടുക്കുക അതിന്. ഇൻഫ്ലുവൻസ ഈസ് ദെയർ ഫോർ സെഞ്ചുറീസ്. ഇറ്റ് ക്യാൻ കിൽ ഈവൻ നൗ. ഒരു കില്ലറാണ്. അതേപോലെ ഒരു കില്ലർ സ്വഭാവം പോയിട്ടില്ല. ബട്ട് അതിന് പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അത്ര ഭീകരാവസ്ഥ ഇപ്പം വലിയൊരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നില്ല. അതാണ് വാട്ട് വി ഫീൽ. മനസ്സിലായി. ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒന്ന് ICUവും പിന്നെ വെന്റിലേറ്ററുമാണ്. അതിൽ ICU ഇസ് ഓക്കെ, ICUവും പേടിയാണ്, ബട്ട് സ്റ്റിൽ ICU ഇസ് ഓക്കെ. അതെ, ഒപ്പിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ICUവിൽ എത്തിയാൽ ആള് തിരിച്ചെത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. വെന്റിലേറ്റർ അങ്ങനെയല്ല. വെന്റിലേറ്റർ ഇസ് ആക്ച്വലി കൺസിഡേർഡ് ആസ് എ ഡെത്ത് സെന്റൻസ്. ഒരു കോമണർ അങ്ങനെയാണ് വിചാരിക്കുക. അതായത് ഇല്ല, ഇനി അതിൽ പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന് അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ഒരു വെന്റിലേറ്റർ ഈസ് ഈക്വൽ ടു ഡെത്ത് സെന്റൻസ് എന്ന് വിചാരിക്കുന്ന ഒരു കോമണറിനോട് എന്താ ഡോക്ടേഴ്സിന് പറയാനുള്ളത്? അങ്ങനെയല്ല. നമ്മളിപ്പോൾ അതൊരു ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റാണ്. ഇതിനകത്ത് വലിയ അത്രയും ഹൈ ഫണ്ട കാര്യങ്ങളില്ല. ഒരു ട്യൂബ് അകത്തിട്ടിട്ട് ഒരു ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നൊരു മെഷീനാണ് വെന്റിലേറ്റർ. അതിന് വേറെ അത്രയേ ഉള്ളൂ. അതിൻ്റെ നമ്മളൊരു കാർ എടുത്തിട്ട് ഇവിടുന്ന് അവിടെ വരെ പോകാനുള്ള നമ്മുടെ ഒരു കാർ ഉപയോഗിക്കുന്നത്. ആ കാറിന് വളരെ അഡ്വാൻസ് ടെക്നോളജീസ് ഉണ്ടാകും. പക്ഷേ ഐഡിയ ഈസ് ടു ട്രാവൽ ഫ്രം എ പോയിന്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞ മാതിരി വെന്റിലേറ്റേഴ്സ് ആർ മെഷീൻസ് വിച്ച് ഗീവ് air into the or gas into the lungs where you can't breathe well, or if your lung or heart is not doing well. അപ്പോൾ ഒരു നല്ല രീതിയിൽ ശ്വാസം എടുത്ത് ജീവൻ നിലനിർത്താൻ പറ്റാതെ ഇരിക്കുന്നവരിലോ, അല്ലെങ്കിൽ നമ്മളിപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ അനസ്തീഷ്യ കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെന്റിലേറ്റർ അല്ലേ, അവിടെ ആരും അത് ഡെത്ത് സെൻറ്റൻസ് ആയിട്ട് പറയുന്നില്ലല്ലോ. അപ്പോൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ അത്രേ ചെയ്യുന്നുള്ളൂ. ബോധം കെടുത്തി ട്യൂബ് ഇട്ടിട്ട് ജനറൽ അനസ്തീഷ്യ കൊടുക്കുമ്പോഴൊക്കെ വെന്റിലേറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു അത് വരാൻ കാരണം നമ്മളിപ്പം മരണവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടാണ് അത് കുറേ കാലമായിട്ട് നമ്മളത് കേൾക്കുന്നത്. വളരെ സിക്കായിട്ടിരിക്കുന്ന ആൾക്കാർ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിക്കാണെന്നും മരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ആണ് അതെന്ന് മനസ്സിലാക്കുന്ന അത് കുറേയൊക്കെ ശരിയായിരിക്കും. പണ്ടൊക്കെ നമ്മൾ ഒത്തിരി വെന്റിലേറ്റേഴ്സ് കിടക്കുന്ന ഒത്തിരി പേര് മരിക്കുന്നുണ്ടാവാം. ഇപ്പം അങ്ങനെയല്ല. വെന്റിലേറ്റേഴ്സിൽ പിന്നെ നമ്മളൊരാളെ രക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാർഡിയക് അറസ്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മേജർ ഹാർട്ട് ലങ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അവർ വെന്റിലേറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ദാറ്റ് മീൻസ് ദാറ്റ് വെന്റിലേറ്ററിലേക്ക് എന്തിനാണ് ഒരാളെ ഘടിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അതായിരിക്കും. ആ ഡിവൈസിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അസോസിയേറ്റ് ചെയ്ത് അതിനെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നൊരു പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പേഷ്യന്റിന് ശ്വാസം തന്നെ എടുക്കാൻ പറ്റാത്ത സമയത്ത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന മര്യാദയ്ക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റാത്തതെന്ന് കൂടി പറയാം. നമുക്ക് എന്തെങ്കിലും നമ്മൾ എലക്റ്റീവായിട്ട് ചിലപ്പോൾ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അതൊരു അത്രയും ചെയ്യുന്നൊരു മെഷീൻ മാത്രമാണ്.